गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ॐ सहना भवतु सहनौ भुनक्तु सह वीर्यङ्करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। ओम उशन्ह वै वाजश्रवसः सर्ववेदसं ददौ तस्यः नचिकेता नाम पुत्र आस तं ह कुमारं सन्तं दक्षिणासु नीयमानासु श्रद्धा विवेश सोमन्यत पीतोदका जग्धतृणाः दुग्धदोहानिरिन्द्रियाः अनन्दानामते लोकाः तान् स गच्छति ताददत् स होवाच पितरं ततः कस्मै मां दास्यसीति द्वितीयं तृतीयं तं होवाच मृत्यवे त्वा ददामीति बहूनामेमि प्रथमो बहूनामेमि मध्यमः किं सिद्ध्यमस्य कर्तव्यं यन्मयाद्य करिष्यति अनुपश्य यथा पूर्वे प्रतिपश्य तथा परे सस्यमिव मर्त्य पच्यते सस्यमिवाजायते पुनः वैश्वानर प्रविशत्यतिथिर्ब्राह्मणो गृहान् चैतां शान्तिं कुर्वन्ति हरवैवस्वतोदकम् आशाप्रतीक्षे सङ्गदं सूनृदां च इष्टापूर्ते पुत्रपशूंश्च सर्वान् एतद्वृङ्क्ते पुरुषस्यल्पमेधसो यस्यानस्नन् वसति ब्राह्मणो गृहे तिस्रो रात्रिर्यदवात्सि गृहे मे अनश्नन् ब्रह्मन् अतिथिर्नमस्यः नमस्तेस्तु ब्रह्मन् स्वस्ति मेस्तु तस्मात् प्रदित्रीन् वरान् वृणीष्व शान्तसङ्कल्पः सुमना यथा स्यात् वेदमन्युर्गौतमो माभिमृत्यो त्वत्प्रसृष्टं माभिवदेत् प्रतीतः एतत्त्रयाणां प्रथमं वरं वृणे यथा पुरस्तात् भविता प्रतीतः औद्दालकिरारुणिर्मत्प्रसृष्टः सुखं रात्रि शयिता वीतमन्युः त्वां ददृशिवान् मृत्युमुखात् प्रमुक्तम् स्वर्गे लोके न भयं किञ्च नास्ति न तत्र त्वं न जरया बिभेति उभे तीर्त्वा शनाया पिपासे शोकादिगो मोदते स्वर्गलोके तमग्निं स्वर्ग्यमध्येषि मृत्यो प्रब्रूहि त्वं श्रद्दधानाय मह्यम् स्वर्गलोका अमृतत्वं भजन्ते एतद्द्वितीयेन वृणे वरेण प्रते ब्रवीमि तदु मे निबोध स्वर्ग्यमग्निं नचिकेतः प्रजानन् अनन्तलोकाप्तिमथो प्रतिष्ठां
വിദ്ധി ത്വമേതം നിഹിതം ഗുഹായാം ലോകാദിമഗ്നിം തമുവാച തസ്മൈ യാ ഇഷ്ടകായാവതീർവാ യഥാ വാ സ ചാപി തത്പ്രത്യവദത്യഥോക്തം അധാസ്യ മൃത്യു പുനരേവാഹ തുഷ്ടഃ തമബ്രവീത് പ്രീയമാണോ മഹാത്മാ വരം തവേഹാദ്യ ദദാമി ഭൂയഃ തവൈവ നാംനാ ഭവിതായമഗ്നിഃ ശൃംഗാം ചേമാം അനേകരൂപാം ഗൃഹാണ തൃണാചികേതസ്ത്രിഭിരേത്യസന്ധിം ത്രികർമ്മകൃത്തരതി ജന്മ മൃത്യോ ബ്രഹ്മജജ്ഞം ദേവമീഡ്യം വിദിത്വാ നിചായേ മാം ശാന്തിമത്യന്തമേതി തൃണാചികേതസ്ത്രയമേതദ്വിദിത്വാ യ ഏവം വിദ്വാംശ്ചിനുതേ നാചികേതം സ മൃത്യുപാശാൻ പുരതഃ പ്രണോദ്യ ശോകാദിഗോ മോദത്തെ സ്വർഗലോകേ ഏഷ തേഗ്നിർനചികേതഃ സ്വർഗ്യോ യമവൃണീധാ ദ്വിതീയേന വരേണ ഏതമഗ്നിം തവൈവ പ്രവക്ഷ്യന്തി ജനാസ തൃതീയം വരം നചികേതോ വൃണീഷ്വ. ഏതാവത് ഹി അതിക്രാന്തേന വിധി പ്രതിഷേധാർത്ഥേന മന്ത്രബ്രാഹ്മണേന അവഗന്തവ്യം യത് വരദ്വയസൂചിതം വസ്തു ന ആത്മതത്വവിഷയ യാഥാത്മ്യവിജ്ഞാനം. അതഃ വിധിപ്രതിഷേധാർത്ഥവിഷയസ്യ ആത്മനി ക്രിയാകാരകഫലാധ്യാരോപലക്ഷണസ്യ സ്വാഭാവികസ്യ അജ്ഞാനസ്യ സംസാരബീജസ്യ നിവൃത്യർത്ഥം തദ്വിപരീത ബ്രഹ്മാത്മൈകത്വവിജ്ഞാനം ക്രിയാകാരകഫലാധ്യാരോപണലക്ഷണശൂന്യം ആത്യന്തിക നിശ്രയസ പ്രയോജനം വക്തവ്യം ഇതി ഉത്തരഃ ഗ്രന്ഥഃ ആരഭ്യത്തെ. തമേതമർത്ഥം ദ്വിതീയ വരപ്രാപ്ത്യാ അപി അകൃതാർത്ഥത്വം തൃതീയ വരഗോചരം ആത്മജ്ഞാനമന്തരേണ ഇത്യാഖ്യായികയാ പ്രപഞ്ചയതി. യതഃ പൂർവസ്മാത് കർമ്മഗോചരാത് സാധ്യസാധനലക്ഷണാത് അനിത്യാത് വിരക്തസ്യ ആത്മജ്ഞാനേ അധികാരഃ ഇതി തന്നിന്ദാർത്ഥം പുത്രാദ്യുപന്യാസേന പ്രലോഭനം ക്രിയത്തെ. നചികേത ഉവാച തൃതീയം വരം നചികേതോ വൃണീഷ്വ ഇത്യുക്തഃ സൻ. ഏതാവത് ഹി അതിക്രാന്തേന വിധിപ്രതിഷേധാർത്ഥേന മന്ത്രബ്രാഹ്മണേന അവഗന്തവ്യം യത് വരദ്വയസൂചിതം വസ്തു ന ആത്മതത്വവിഷയ യാഥാത്മ്യവിജ്ഞാനം. അതഃ വിധിപ്രതിഷേധാർത്ഥവിഷയസ്യ ആത്മനി ക്രിയാകാരകഫലാധ്യാരോപലക്ഷണസ്യ സ്വാഭാവികസ്യ അജ്ഞാനസ്യ സംസാരബീജസ്യ നിവൃത്യർത്ഥം തദ്വിപരീത ബ്രഹ്മാത്മൈകത്വവിജ്ഞാനം ക്രിയാകാരകഫലാധ്യാരോപണലക്ഷണശൂന്യം ആത്യന്തിക നിശ്രയസ പ്രയോജനം വക്തവ്യം ഇതി ഉത്തരഃ ഗ്രന്ഥഃ ആരഭ്യത്തെ. തം ഏതമർത്ഥം ദ്വിതീയ വരപ്രാപ്ത്യാ അപി
അകൃതാർത്ഥത്വം തൃതീയ വരഗോചരം ആത്മജ്ഞാനം അന്തരേണ ഇതി ആഖ്യായികയാ പ്രപഞ്ചയതി. യതഃ പൂർവസ്മാത് കർമ്മഗോചരാത് സാധ്യസാധനലക്ഷണാത് അനിത്യാത് വിരക്തസ്യ ആത്മജ്ഞാനേ അധികാരഃ ഇതി തന്നിന്ദാർത്ഥം പുത്രാദ്യുപന്യാസേന പ്രലോഭനം ക്രിയതേ. നചികേതാ ഉവാച തൃതീയം വരം നചികേതോ വൃണീഷ്വ ഇത്യുക്തഃ സന്ന. അപ്പം ഇവിടെ ഈ കഠോപനിഷത്തിൽ 2 അധ്യായങ്ങളായിട്ട് 3 വല്ലികളായിട്ട് 6 വല്ലികളിലാണ് കഠോപനിഷത്തുള്ളത്. എങ്കിൽ തന്നെയും ഭഗവാൻ ഭാഷ്യകാരൻ അതിനെ ഇവിടെ 2ആയിട്ട് മുറിക്കുകയാണ്. അതായത് 1-ാം വല്ലിയിൽ 19-ാം മന്ത്രം വരെയുള്ള ഭാഗം, ഇപ്പം നമ്മൾ പഠിച്ച ഭാഗം, ഇത് ഈ ലോകവും പരലോകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പ്രതിപാദിച്ചത്. 1-ാമത്തെ വരം കൊണ്ട് അച്ഛൻ്റെ മനസ്സന്തോഷം എന്ന് പറഞ്ഞാൽ അത് ഐഹികമായ വിഷയമാണ്, ഈ ലോകസംബന്ധിയായ വിഷയമാണ്. 2-ാമത്തെ വരം കൊണ്ട് സ്വർഗപ്രാപ്തിക്ക് കാരണമായ അഗ്നി, അത് പാരത്രിക വിഷയമാണ്, പാരലൗകിക വിഷയമാണ്, പരലോക വിഷയമാണ്. അപ്പം ഇഹ പരലോകങ്ങളെ സംബന്ധിക്കുന്ന എല്ലാം നശ്വരമാണ്, സുഖദുഃഖാദി ദ്വന്ദ്വങ്ങളെ തരുന്നതാണ്. സ്വർഗമല്ല, സ്വർഗങ്ങളിൽ തന്നെ ഏറ്റവും ഉയർന്ന സ്വർഗം ലഭിച്ചാലും അത് ആത്യന്തികമായ മോക്ഷമല്ല. അപ്പൊ വിധി പ്രതിഷേധ ലക്ഷണങ്ങളോടുകൂടിയ, വിധി പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ഇന്നതൊക്കെ ചെയ്യണം, ഇന്നതൊന്നും ചെയ്യരുത് എന്ന ലക്ഷണത്തോടു കൂടിയ ധർമ്മശാസ്ത്രം ഇവിടെ കഴിഞ്ഞു. ഇവിടുന്ന് അങ്ങോട്ട് മോക്ഷശാസ്ത്രമാണ്, ആത്മജ്ഞാന വിഷയമാണ് എന്ന് ഗ്രന്ഥത്തെ 2ആയി തിരിക്കുകയാണ്. അതാണ് പറയുന്നത് ഏതാവത്, ഇത്രയും വരെ. ഇത്രയും വരെ എന്ന് പറഞ്ഞാൽ 1-ാം വല്ലിയിൽ 19 മന്ത്രം വരെ ഉള്ള ഭാഗം ഹി നിശ്ചയമായും, സംശയമില്ല, സംശയമില്ലായ്മയെ കാണിക്കാനാണ് ഹി എന്ന് പ്രയോഗിക്കുന്നത്. ഹി അതിക്രാന്തേന വിധി പ്രതിഷേധാർത്ഥേന മന്ത്രബ്രാഹ്മണേന അവഗന്തവ്യം യത് വരദ്വയ സൂചിതം വസ്തു. വരദ്വയ സൂചിതം വസ്തു, 2 വരങ്ങളാൽ സൂചിപ്പിക്കപ്പെട്ട വസ്തു. ഏതാ 2 വരങ്ങളാൽ സൂചിപ്പിക്കപ്പെട്ടത്? ഈ ലോകസംബന്ധിയായതും പരലോക സംബന്ധിയായതും. ഇത് വിധി പ്രതിഷേധാർത്ഥമായ മന്ത്രബ്രാഹ്മണത്താൽ മനസ്സിലാക്കേണ്ടതാകുന്നു. അവഗന്തവ്യം. മന്ത്രബ്രാഹ്മണത്താൽ എന്ന് പറഞ്ഞാൽ സംഹിതാ ബ്രാഹ്മണാത്മകമായ കർമ്മകാണ്ഡത്താൽ മനസ്സിലാക്കേണ്ടതാകുന്നു. ഇത് കൂടുതൽ വിസ്തരിച്ച് ആർക്കെങ്കിലും മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ വേണ്ടെന്ന് പറയുന്നില്ല. ഇപ്പൊ ഇവിടെ ഈ അതിക്രാന്തമായ കഴിഞ്ഞുപോയ ഗ്രന്ഥഭാഗത്തിൽ പറഞ്ഞ വിഷയത്തെ വിസ്തരിച്ച് പഠിക്കണം എന്ന് ആർക്ക് താല്പര്യമുണ്ടോ അവരെന്ത് ചെയ്യണം? മന്ത്രബ്രാഹ്മണത്തെ പഠിക്കണം. മന്ത്രബ്രാഹ്മണത്തെ പഠിക്കണം എന്ന് പറഞ്ഞ അർത്ഥം സംഹിതാ ബ്രാഹ്മണങ്ങളെ പഠിക്കണം, വേദത്തിൻ്റെ. ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞാൽ കർമ്മകാണ്ഡം പഠിക്കണം. കർമ്മകാണ്ഡത്തിൽ പ്രതിപാദിച്ച വിഷയമാണ് ഇവിടെ ചുരുക്കമായി സൂചിപ്പിച്ചിട്ടുള്ളത്.
ഈ സൂചിപ്പിക്കപ്പെട്ടത് വിശദമാവണമെങ്കിൽ കർമ്മകാണ്ഡം പഠിച്ചോളൂ എന്ന് പറയുക. ആത്മതത്വ വിഷയ യാഥാത്മ്യ വിജ്ഞാനം. ഇപ്പൊ പറഞ്ഞ ഭാഗത്ത് ആത്മതത്വ വിഷയ യാഥാത്മ്യ വിജ്ഞാനം പറഞ്ഞിട്ടില്ല. ആത്മതത്വ വിഷയ യാഥാത്മ്യ വിജ്ഞാനം. എന്താ യാഥാത്മ്യം എന്ന് പറഞ്ഞാൽ യഥാ ആത്മാ ഭവതി തഥാ, എങ്ങനെയാണോ അങ്ങനെ. ഇപ്പൊ ഈ പുസ്തകത്തിന്റെ യാഥാത്മ്യം എന്ന് പറഞ്ഞാൽ എന്താണോ ഈ പുസ്തകത്തിന്റെ സ്വരൂപം അതാണ്. ഇപ്പൊ എത്ര സെന്റിമീറ്റർ നീളം, എത്ര സെന്റിമീറ്റർ വീതി, ഇത്ര കനം, ഇതൊക്കെയാണ് ഇതിന്റെ യാഥാത്മ്യം. ഏതെങ്കിലും ഒരു വസ്തുവിന്റെ യാഥാത്മ്യം എന്ന് പറഞ്ഞാൽ അതിന്റെ തനത് ഭാവം എന്ന അർത്ഥം. അതിനോട് ആത്മാ എന്നുള്ള അർത്ഥമൊന്നും അവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. യാഥാത്മ്യം എന്ന് പറഞ്ഞാൽ തനത് ഭാവം. അപ്പോ ആത്മതത്വത്തിന്റെ തനത് ഭാവത്തെക്കുറിച്ച് ഈ ഭാഗത്ത് പറഞ്ഞിട്ടില്ല, ആത്മതത്വ നിരൂപണം ചെയ്തിട്ടില്ല എന്നർത്ഥം. ഇതുവരെ ചെയ്തതൊക്കെ കർമ്മകാണ്ഡ സംബന്ധിയായ വിഷയമാണ്, ഈ ലോകവും പരലോകവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. വ്യക്തമാണല്ലോ? എന്തെങ്കിലും അവ്യക്തത ഉണ്ടെങ്കിൽ സൂചിപ്പിക്കണം. അतः വിധി പ്രതിഷേധാർത്ഥ വിഷയസ്യ ആത്മനി ക്രിയാകാരക ഫലാധ്യാരോപലക്ഷണസ്യ സ്വാഭാവികസ്യ അജ്ഞാനസ്യ സംസാര ബീജസ്യ നിവൃത്യർത്ഥം തദ് വിപരീത ബ്രഹ്മാത്മൈകത്വ വിജ്ഞാനം ക്രിയാകാരക ഫലാധ്യാരോപണ ലക്ഷണശൂന്യം ആത്യന്തിക നിശ്രയസ പ്രയോജനം വക്തവ്യം ഇതി ഉത്തരോ ഗ്രന്ഥ ആരഭ്യതേ. ഇനിയിപ്പോ അതഃ അതുകൊണ്ട്, എന്തുകൊണ്ട്? ഈ പറഞ്ഞതൊക്കെ തന്നെ ക്രിയാകാരക ലക്ഷണത്തോട് കൂടിയതായതുകൊണ്ട്. ഇപ്പൊ ഇവിടെ പറഞ്ഞ വിഷയങ്ങളെല്ലാം ക്രിയാകാരക ലക്ഷണത്തോട് കൂടിയതാണ്, വിധിപ്രതിഷേധ ലക്ഷണമാണ്, സംസാര വിഷയമാണ്. ആത്മതത്വ നിരൂപണമല്ല. അതുകൊണ്ട് ആത്മാവിൽ വിധിപ്രതിഷേധ ലക്ഷണമായിരിക്കുന്ന, ക്രിയാകാരക ഫല അധ്യാരോപലക്ഷണമായിരിക്കുന്ന, സ്വാഭാവികമായിരിക്കുന്ന അജ്ഞാനത്തിൻ്റെ, ഓരോ പദവും പറയാം, ആദ്യം തർജ്ജമ ചെയ്ത് പറയാം, പിന്നെ മനസ്സിലാക്കാം. എങ്ങനെയുള്ള അജ്ഞാനത്തിൻ്റെ? സംസാര ബീജമായ അജ്ഞാനത്തിൻ്റെ നിവൃത്തിക്കായിക്കൊണ്ട്, ഇല്ലാതാക്കുന്നതിനായിക്കൊണ്ട് തദ് വിപരീതമായ ബ്രഹ്മാത്മൈകത്വ വിജ്ഞാനത്തെ, എങ്ങനെയുള്ള ബ്രഹ്മാത്മൈകത്വ വിജ്ഞാനത്തെ? ക്രിയാകാരക ഫല അധ്യാരോപണ ലക്ഷണരഹിതമായ ബ്രഹ്മാത്മൈകത്വ വിജ്ഞാനത്തെ പറയാം. അതെന്തിനാത് പറയണത്? ആത്യന്തിക നിശ്രയസ പ്രയോജനത്തെ ചെയ്യുന്നതിനെ പറയാം എന്ന് വിചാരിച്ചിട്ട് ഉത്തരോ ഗ്രന്ഥ ആരഭ്യതേ, ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഗ്രന്ഥം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞാൽ, ലളിതമായി പറഞ്ഞാൽ അർത്ഥം, ഇതുവരെ പറഞ്ഞതൊക്കെ തന്നെ വിധി പ്രതിഷേധാർത്ഥ ലക്ഷണമാണ്. ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും, അതാണ് കർമ്മകാണ്ഡം മുഴുവൻ തന്നെ. ഇന്നതൊക്കെ ചെയ്യണം, ഇന്നതൊന്നും ചെയ്യരുത് എന്ന വിധി പ്രതിഷേധങ്ങളോടുകൂടിയ ധർമ്മശാസ്ത്ര വിഷയമാണ്. അത് എല്ലാം ക്രിയാകാരക ഫലങ്ങളോട് കൂടിയതാ. വ്യത്യസ്ത ക്രിയകൾ, ആ വ്യത്യസ്ത ക്രിയകളെ സിദ്ധമാക്കാൻ വ്യത്യസ്ത കാരകങ്ങൾ, അവയ്ക്ക് വ്യത്യസ്തങ്ങളായ ഫലങ്ങൾ. ഇപ്പൊ വ്യത്യസ്തങ്ങളായ ക്രിയകൾ, ആ വ്യത്യസ്തങ്ങളായ ക്രിയകളെ സിദ്ധമാക്കാൻ വ്യത്യസ്ത കാരകങ്ങൾ, അവയ്ക്ക് വ്യത്യസ്ത ഫലങ്ങൾ. ഇതാണ് സംസാരത്തിൻ്റെ സ്വഭാവം. ഇന്നത് കിട്ടണോ, ഇന്നത് ചെയ്തോളൂ. എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടതല്ല വേറെ ഒന്ന് കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത്. സന്താനം വേണോ? വേണം.
അപ്പം പറഞ്ഞു മര്യാദയ്ക്ക് വിവാഹം കഴിച്ച് സന്തോഷമായി ജീവിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ പറഞ്ഞു എനിക്ക് സന്താനമല്ല സ്വർഗമാണ് വേണ്ടത്. സ്വർഗം വേണമെങ്കിലും വിവാഹം കഴിക്കണം നിർബന്ധമായിട്ടും. വിവാഹം കഴിക്കാണ്ട് സ്വർഗമില്ല. അപ്പം വിവാഹം കഴിച്ച് ധാർമ്മികമായി കർത്തവ്യങ്ങളെ ചെയ്ത് കഴിഞ്ഞോളൂ, എന്നിട്ട് യാഗാദി കർമ്മങ്ങളെ ചെയ്തോളൂ. അപ്പോൾ ഒരാൾക്ക് അതിനേക്കാൾ ഗ്രേഡ് കൂടിയ സ്വർഗം വേണമെന്ന് വെച്ചാൽ അപ്പോൾ കുറച്ചും കൂടി ഗ്രേഡ് കൂടിയ കർമ്മം ചെയ്തോളൂ, ഇങ്ങനെ പറയും. അപ്പോൾ ഓരോരോ ഫലം, ആ ഫലത്തിന് വ്യത്യസ്ത ക്രിയ, ആ ക്രിയയ്ക്ക് കാരകങ്ങൾ വ്യത്യസ്തമായിരിക്കും. എല്ലാത്തിനും ദ്രവ്യങ്ങളൊന്നല്ല, ക്രിയ ഒന്നല്ല, മന്ത്രം ഒന്നല്ല. അപ്പൊ ഈ ലൗകികമായി സംസാരാന്തർഗതമായത് മുഴുവൻ അങ്ങനെയാണ്. ധാന്യം വേണം, കൃഷി ചെയ്തോളൂ. ചില്ലാനുണ്ടാക്കണം, കച്ചവടം ചെയ്തോളൂ. അപ്പൊ ഈ ലോകത്തിൽ മുഴുവൻ വിധിപ്രതിഷേധാർത്ഥമായിരിക്കുന്ന ലക്ഷണമായിരിക്കുന്ന സകലവും വ്യത്യസ്തങ്ങളായ ക്രിയകള്, കാരകങ്ങള്, ഫലങ്ങള് ഇവയോട് കൂടിയതാണ്. വിധിപ്രതിഷേധ ലക്ഷണമാണ്. അതൊക്കെയും സ്വഭാവസിദ്ധമായ അജ്ഞാനത്തിൻ്റെ ഭാഗമാണ്. തൻ്റെ പൂർണ്ണതാബോധം ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. സ്വാഭാവികമായ അജ്ഞാനത്തിൻ്റെ ഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് സംസാര ബീജമാണ്. സംസാരത്തിൻ്റെ വീണ്ടും വീണ്ടും ജനിക്കുക മരിക്കുക എന്ന ലക്ഷണത്തോടു കൂടിയ സംസാരത്തിൻ്റെ ബീജമാണ്. അപ്പം ഇത്രയും അത് മനസ്സിലാക്കി കഴിഞ്ഞു. കർമ്മകാണ്ഡം വേണ്ട എന്ന് പറയുന്നില്ല, ഇതെല്ലാം വേണ്ടതാണ്. ഇതൊന്നും വേണ്ട എന്ന് പറയുന്നില്ല, ഇതെല്ലാം വേണ്ടതാണ്. ഇതൊക്കെ സംസാരത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ അനേക ലക്ഷം പേരിൽ ഒരാൾ ഇതിനപ്പുറത്തേക്ക് ഇച്ഛിക്കും. അത്രയേ ഉള്ളൂ. ഒരു ലക്ഷം ആളെ എടുത്താൽ അത് ചിലപ്പോൾ ഒരാൾ ഇതിനപ്പുറത്തേക്കുള്ള ഇച്ഛ വരും അയാൾക്ക്. ഈ സംസാരത്തിൻ്റെ മറുകരയ്ക്ക് എത്തണം എന്നുള്ള ചിന്ത. ഇതൊന്നും അല്ല, ഇതൊന്നും ആത്യന്തികമല്ല എന്നുള്ള ബോധം. ഇത് ആത്യന്തികമല്ല എന്ന് ബോധമില്ലാത്ത ആളോട് അത് പോയി ഉപദേശിച്ചു കൊടുക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് പോയി ഉപദേശിച്ചു കൊടുക്കരുത്. അയാൾ ഈ ലോകസംബന്ധിയായിട്ടുള്ള വിഷയം തന്നെ പറഞ്ഞു കൊടുത്താൽ മതി അയാൾക്ക്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹത്തോട് വന്ന ഒരാളോട് ഉപനിഷത്ത് ഉപദേശിച്ചു കൊടുക്കുകയല്ല വേണ്ടത്. അയാൾക്ക് വേഗം കല്യാണം കഴിക്കാനുള്ള വിദ്യ പറഞ്ഞു കൊടുക്കുക വേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ വ്യക്തിയും ബൗദ്ധിക വിധാനത്തിൽ എവിടെ എത്തിയിട്ടുണ്ടോ അതിനനുസരിച്ചാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ മാർഗദർശനം ചെയ്യുന്നത്. ഒന്നിനെയും തെറ്റെന്ന് മുദ്ര കുത്തരുത്. ഒന്നിനെയും. എന്തിനെ ആര് തെറ്റെന്ന് മുദ്ര കുത്തും? കാരണം ശരിയും തെറ്റും ആപേക്ഷികമാണ്, തീർത്തും ആപേക്ഷികമാണ്. ചിലപ്പോൾ നമ്മൾ പുലർത്തുന്ന സദാചാരബോധം കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ വന്നിട്ടുള്ള സാഹചര്യത്തിൽ നിന്നുള്ള മനോഭാവം കൊണ്ടോ ചിലതിനെ തെറ്റെന്ന് പെട്ടെന്ന് മുദ്ര കുത്തിയേക്കും. പക്ഷേ സാമൂഹികങ്ങളായ പല തലങ്ങളിൽ അതിന് അംഗീകരിക്കുന്ന അവസ്ഥ വരും. ശരിയാണോ അല്ലയോ? $1000 താഴെ മോഷണം ചെയ്യുന്നത് കുഴപ്പമില്ല. കാലിഫോർണിയയിൽ ഇപ്പോൾ ഉള്ള നിയമമാണ്. എന്നുവെച്ചാൽ മോഷണം ചെയ്യണമെന്നല്ല അർത്ഥം. അവർക്ക് ശിക്ഷയൊന്നുമില്ല. $1000 താഴെ, $1000 എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു 80,000 ഉറുപ്പികയായി.
അത്ര വരെ ഒരാൾ മോഷണം ചെയ്തു വെച്ചാൽ അയാൾക്ക് ശിക്ഷയല്ല ഉള്ളത്. അയാളെ പിടിച്ച് അയാളെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ഉപദേശമൊക്കെ കൊടുത്ത് ഒരു സൈക്കോളജി കൗൺസിലിംഗ് ഉണ്ട്. ആ കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് ഗവൺമെൻറ് നൽകുന്ന ഒരു സംരക്ഷണത്തിന് വേണമെങ്കിൽ അതിന് താമസിക്കുക. ഇല്ലാച്ചാൽ വീണ്ടും പുറത്തേക്ക് തന്നെ. പുറത്തേക്ക് പോയാൽ വീണ്ടും $1000 വരെ വീണ്ടും മോഷ്ടിക്കാം. അപ്പം നമ്മളിവിടുന്ന് എന്ത് തെറ്റാതെന്ന് പറയും. പക്ഷെ അവർ അഭിമുഖീകരിച്ച സാമൂഹിക സാഹചര്യത്തെ എങ്ങനെ നേരിടണം എന്ന് ചിന്തിച്ചുണ്ടാക്കിയ നിയമമാണ്. ആപേക്ഷികമാണിതൊക്കെ, ഇതെല്ലാം ആപേക്ഷികമാണ്. ഇപ്പോൾ ഒരു പുരുഷൻ ഒരു സ്ത്രീ വിവാഹം, ഒരു വിവാഹം നിലനിൽക്കെ വേറൊരു വിവാഹം കഴിക്കാൻ പറ്റൂല എന്ന് വിചാരിച്ചോളൂ. അത് ഡിവോഴ്സ് കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു വകുപ്പ്. എന്തെങ്കിലും യുദ്ധം കൊണ്ടോ രോഗം കൊണ്ടോ, ഇപ്പോൾ പുരുഷന്മാർക്ക് മാത്രം വരുന്ന എന്തെങ്കിലും രോഗം വന്നു എന്ന് വിചാരിച്ചോളൂ. പുരുഷന്മാരെ ക്രോമസോമിക് സ്ട്രക്ചറിന് അനുസരിച്ച് മാത്രം വരുന്ന രോഗം കൊണ്ട് ആണുങ്ങളുടെ എണ്ണം പകുതിയായി എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ സാമൂഹിക നിയമം നമ്മൾ എന്താക്കും? ഒരു പുരുഷന് 2 സ്ത്രീ എന്നാക്കും. ആക്കില്ല. തിരിച്ച് ഒരു ജനറ്റിക്കൽ സ്ട്രക്ചർ അനുസരിച്ച് സ്ത്രീകൾ മാത്രം മരിക്കുന്നു എന്ന് വിചാരിച്ചോളൂ. രോഗം വന്നിട്ട് സ്ത്രീകൾ മാത്രം മരിച്ചു, 3-1 സ്ത്രീകളേ ഉള്ളൂ. അപ്പം എന്താവും? 3 പുരുഷന്മാർക്ക് 1 സ്ത്രീ എന്നാവും. ഇപ്പം നമ്മൾ എന്ത് വിഡിത്തായി പറയണമെന്ന് നമുക്ക് തോന്നും. പക്ഷെ അത്തരം സാമൂഹിക സാഹചര്യം വരുമ്പോൾ സമൂഹം അതിനനുസരിച്ച സദാചാര ബോധത്തിലേക്ക് എത്തിച്ചേരും. എന്താ ചിരിക്കണേ? ശരിയല്ലേ? 16,008 8 ഉള്ളൂ. ശ്രീകൃഷ്ണൻ 16,008 കല്യാണം കഴിച്ചിട്ടില്ല, അങ്ങനെ ആരും പറയരുത്. 8 പേരേ ഉള്ളൂ, 8 പത്നിമാർ. സന്തോഷമായ കുടുംബജീവിതമായിരുന്നു. കാരണം 10 കുട്ടികളുണ്ടായിരുന്നു ഓരോന്നിലും. ഒരു കുട്ടിയുള്ളൂ വെച്ചാൽ അത് കഴിഞ്ഞ് ഡിവോഴ്സായി എന്ന് വിചാരിക്കാം. പക്ഷെ 10 കുട്ടികളുണ്ടാവണമെങ്കിൽ എന്തായാലും അവർ 20 കൊല്ലം എങ്കിലും സന്തോഷമായിട്ട് ജീവിക്കണ്ടേ? നല്ലേ 10 കുട്ടികളുണ്ടാവുള്ളൂ. എല്ലാവർക്കും 10. പിന്നെ കൃഷ്ണൻ മാതൃകാ പിതാവാണ്. 80 മക്കള് വെളിവില്. വെളിവിലെന്ന് പറയുന്നത് ഒളിവിൽ എത്രാന്ന് കൃഷ്ണൻ തന്നെ അറിയുമെന്ന് സംശയ. 1 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കുബ്ജയുടെ മകൻ ഉപശ്ലോകൻ. അതെ, അതുകൊണ്ട് കൃഷ്ണഭക്തന്മാർ നല്ലോണം ഒന്ന് മനസ്സിരുത്തേണ്ടതാണെന്ന് അർത്ഥം. ഒരു കുട്ടി പോരാ കൃഷ്ണഭക്തന്മാർക്ക്, പരമാവധി കുട്ടികൾ വേണം. പക്ഷെ കൃഷ്ണനെ പോലെ സ്നേഹിച്ച് കൊണ്ടുനടക്കാൻ പറ്റണം, എന്നാ കുഴപ്പമില്ല. കൃഷ്ണനെ പോലെ സ്നേഹിച്ച് ഒരേ സമയത്ത് എല്ലാവരുടെ അടുത്തും എത്തിച്ചേരാൻ പറ്റണം, ഒരാളോടും പിണക്കാതെ. എന്നാ ചെയ്തോളൂ, 8 അല്ല 80 കിട്ടിക്കോളൂ. പ്രത്യേകം വീട്, എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും, എല്ലാവരും സന്തുഷ്ടര് കാണിച്ചാൽ എന്താ കുഴപ്പം? എല്ലായിടത്തും എത്തണം, എല്ലാവരിലും സന്താനം വേണം, എന്നാ വിരോധമൊന്നുമില്ല. അതിരിക്കട്ടെ. പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നത് ശരി ഇന്നത് തെറ്റ് എന്നൊന്നും അങ്ങ് മുദ്ര കുത്തിയേക്കരുത്. ഈ സംസാരത്തിൻ്റെ അജ്ഞാന കാര്യമായ സംസാരത്തിൻ്റെ ലക്ഷണത്തിൽ ഇതൊക്കെ വരുന്നുണ്ട്, ഇതെല്ലാം വരുന്നുണ്ട്. അനേക ലക്ഷത്തിൽ ഒരാൾ ഇതിനപ്പുറത്തേക്ക് വിചാരത്തോട് കൂടിയവരാകും, അത്രയേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഇതിനുള്ളിലാണ് കഴിയുന്നത്. അപ്പം ഇതിനുള്ളിലുള്ള വ്യവസ്ഥ ആചാര്യന്മാർ തന്നു, നോക്ക്, എല്ലാം തന്നു. ഈ അനേക ലക്ഷത്തിൽ ഒരാൾ ഇതല്ലല്ലോ ആത്യന്തികം, ഇതിനപ്പുറത്തേക്കാണല്ലോ എന്ന ചിന്തയോട് കൂടിയവർക്ക് നിവൃത്തിയർത്ഥം, അജ്ഞാന നിവൃത്തിക്കായിക്കൊണ്ട് തദ്വിപരീതമായ, ഈ സംസാര വിപരീതമായ, അജ്ഞാന വിപരീതമായ പോരാ, വിധി പ്രതിഷേധാർത്ഥ വിപരീതമായ, ക്രിയാകാരക ഫലാധ്യാരോപണ വിപരീതമായ
ഓരോന്നിനോടും വിപരീതം ഒന്ന് കൂട്ടിച്ചേർക്കുക. അവരുടെ ക്രിയയും കാരകങ്ങളൊന്നുമില്ല. ഇന്നത് ചെയ്താൽ ആത്മജ്ഞാനം കിട്ടുന്നൊന്നുമില്ല. അവിടെ വിധി നിഷേധങ്ങളില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളതായ ആത്മജ്ഞാനം, എന്താത്മജ്ഞാനം? ബ്രഹ്മാത്മൈകത്വജ്ഞാനം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആത്മജ്ഞാനം കൊണ്ട് ആർക്കും മോക്ഷം ഉണ്ടാവാൻ പോകുന്നില്ല. ഞാൻ സത്താണ്, ഞാൻ ചിത്താണ്, ഞാൻ ആനന്ദമാണ് എന്ന ബോധം കൊണ്ട് ആർക്കും മോക്ഷം ഉണ്ടാവില്ല. ഉറപ്പ്. മറിച്ച് ഞാൻ അപരിമിതമായ, ഞാൻ പരിമിതിരഹിതമായ സത്ത് ചിത്ത് ആനന്ദമാണെന്ന ബോധം വേണം. പരിമിതിരഹിതമായ സത്ത് ചിത്ത് ആനന്ദമാണ് ബ്രഹ്മം. ബ്രഹ്മാത്മൈകത്വജ്ഞാനം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ആര് എന്ന ബോധം കൊണ്ട് മുക്തിയില്ല, ഉണ്ടാവില്ല. കാരണം തന്നിൽ പരിമിതി പോകുന്നില്ല. ഞാൻ ആര് എന്ന് അന്വേഷിക്കാനും കണ്ടെത്താനും ഒരു ശാസ്ത്രവും നമുക്ക് വേണ്ട. ശരിക്കും ഒന്നിച്ചു പോണേ. വളരെ സംശയിതമായ വിഷയമാണിത്. തർക്കസാധ്യതയുള്ള വിഷയമാണ്. അതുകൊണ്ട് നല്ലപോലെ ശ്രദ്ധിക്കണം. ഞാൻ ആര്, ഞാൻ സച്ചിദാനന്ദമാണ് എന്ന അറിവിന് ഒരു ശാസ്ത്രത്തിൻ്റെയും ആവശ്യമില്ല എന്നാണ് പറയണത്. എന്നാൽ സമസ്ത പ്രപഞ്ച ആധാരമായിരിക്കുന്ന ബ്രഹ്മത്തെ സംബന്ധിച്ച്, പരമാത്മാവിനെ സംബന്ധിച്ച് ശാസ്ത്രം മാത്രമാണ് പ്രമാണം. വേറെ മനസ്സിലാക്കാൻ ഒരു വഴിയും നമുക്കില്ല. അങ്ങനെ ശാസ്ത്രത്തിലൂടെ ഈ സച്ചിദാനന്ദമായ ബ്രഹ്മം തന്നെയാണ് ഞാൻ എന്ന അഖണ്ഡബോധം വരുമ്പോൾ അപ്പൊ തന്നിലെ പരിമിതികളെല്ലാം കൊഴിഞ്ഞു. അതാണ് മോക്ഷം. അതുകൊണ്ട് ആത്മജ്ഞാനമാണ് മോക്ഷം എന്നാരും പറഞ്ഞേക്കരുത്. ബ്രഹ്മാത്മൈകത്വ വിജ്ഞാനം. ബ്രഹ്മം തന്നെയാണ് ആത്മാവ് എന്ന ഏകത്വ സാക്ഷാത്കാരം. ഒറ്റ വാക്കിൽ ഭാഷ്യകാരൻ പറഞ്ഞു. ഇതിൽ പരം ഒരു ശാസ്ത്രത്തിൽ ഇനി ഒന്നും പറയാനില്ല. ആത്മജ്ഞാനം എന്ന് ഞാൻ ആരെന്നുള്ളതാണ്. ഞാൻ ബ്രഹ്മമാണെന്ന് തിരിച്ചറിഞ്ഞ ബ്രഹ്മാത്മൈകത്വജ്ഞാനമായി. ബ്രഹ്മാത്മൈകത്വജ്ഞാനം, അതാണ് മഹാവാക്യങ്ങൾ ഉപദേശിക്കുന്നത്. കേവലം ഞാൻ ആര് എന്നത് മാത്രം അറിയുന്നത് മുക്തികരമല്ല. കാരണം അവിടെ പരിമിതി ശേഷിക്കും. ഞാൻ ആര് എന്ന ബോധം പരിമിതിരഹിതമായ ബ്രഹ്മബോധത്തിൽ ഉയരണം. അതിന് ശാസ്ത്രത്തിലൂടെ മാത്രമേ സാധിക്കൂ. അതെ, ബുദ്ധിയിലൂടെ തന്നെയാണ് എത്തുന്നത്. പക്ഷെ അത് ആത്മാകാര വൃത്തിയിലൂടെ ആത്മബ്രഹ്മൈക്യ ജ്ഞാനത്തിലേക്കുള്ള ഉയർച്ചയാണ്. അതാണ് മഹാവാക്യങ്ങൾ ഉപദേശിക്കുന്ന ബ്രഹ്മാത്മൈകത്വ വിജ്ഞാനം. അതാണ് ഉപനിഷത്തുക്കളുടെ വിഷയം. ഞാൻ ആരെന്ന അന്വേഷണം അവിടെ എത്തണം. സാമ്പ്രദായികമായ ശാസ്ത്ര പഠനമില്ലാതെ ആ അനുഭൂതിയിലേക്ക് ഉയരുന്നവരില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഒരാൾ സാമ്പ്രദായികമായി ഗുരുവിൻ്റെ കൂടെ താമസിച്ച് 100 കൊല്ലം ശാസ്ത്രം പഠിച്ചാലും ആ ബോധം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അയാൾ പുസ്തകങ്ങളിൽ കുടുങ്ങാം, മന്ത്രങ്ങളിൽ കുടുങ്ങാം. നേരെ മറിച്ച് ആ ശാസ്ത്രത്തിൻ്റെ സാരം ഒരു പുസ്തകവും പഠിക്കാതെ ഒരാൾക്ക് ബോധിക്കാൻ കഴിഞ്ഞാൽ അത് മതി. പക്ഷെ ശാസ്ത്രസാരം ബോധിക്കണം. രമണ മഹർഷിയിൽ ആരംഭിച്ചോളൂ, രമണ മഹർഷിയിൽ അവസാനിക്കരുത്. രമണ മഹർഷിയിൽ ആരംഭിച്ചോളൂ, നല്ലതാണ്. പക്ഷെ രമണ മഹർഷിയുടെ മുഴുവൻ ഉപദേശങ്ങളും പഠിക്കണം. ഞാൻ ആരാന്നുള്ള ചോദ്യം മാത്രം നിർത്തിക്കളയരുത്. അവിടുന്ന് അങ്ങോട്ട് ഈ ഞാൻ ആരെന്ന ബോധം എന്താണെന്ന് പറഞ്ഞു തരുന്നുണ്ട്. അവിടെ ബ്രഹ്മാത്മൈകത്വ ജ്ഞാനമായി.
അല്ലാണ്ട് ഞാൻ സത്ത്, ഞാൻ ചിത്ത്, ഞാൻ ആനന്ദം എന്ന് പറഞ്ഞത് കൊണ്ട് തൻ്റെ പരിമിതി ഇല്ലാതാകുന്നില്ല. പരിമിതിരഹിതമായ അപരിമിതമായ ബ്രഹ്മമാണ് താനെന്നുള്ള ബ്രഹ്മാത്മൈകത്വജ്ഞാനം മാത്രമേ മുക്തിപ്രദമാകുന്നുള്ളൂ. എന്തിനാ ഇല്ല എന്ന് പറയണത്? നിഷേധിക്കണതിനാ. ഞാനേ ഉള്ളൂ, ഞാനുണ്ടല്ലോ. ഞാൻ ഇല്ല എന്നെങ്ങനെയാ പറയാ? ഞാൻ ഉണ്ട്. അതുകൊണ്ട് ശരിക്കു പറഞ്ഞാൽ കഠോപനിഷത്തിന്റെ ഈ ഭാഷ്യത്തിൽ ഈ ഒരു വാക്യമല്ല, ഈ ഒരു വാചകം, അതഃ വിധി പ്രതിഷേധാർത്ഥ വിഷയസ്യ ആത്മനി ക്രിയാകാരക ഫലാധ്യാരോപണ ലക്ഷണസ്യ സ്വാഭാവികസ്യ അജ്ഞാനസ്യ സംസാരബീജസ്യ നിവൃത്യർത്ഥം തദ് വിപരീത ബ്രഹ്മാത്മൈകത്വ വിജ്ഞാനം. അതെന്താണത്? ക്രിയാകാരക ഫല അധ്യാരോപണ ലക്ഷണ ശൂന്യം. ഓരോന്നിനും അർത്ഥം പറഞ്ഞു. ആത്യന്തിക നിശ്രയസ പ്രയോജനം, ആത്യന്തികമായ നിശ്രയസത്തിന്, മോക്ഷത്തിന് കാരണമായ വിജ്ഞാനം വക്തവ്യം. ഈ ഒറ്റ വാചകത്തിൽ സർവശാസ്ത്രത്തെയും ഭാഷ്യകാരൻ ഒതുക്കിയിരിക്കുകയാണ്. ഇതൊരു അത്ഭുതമാണ് ഈ ഒരു വാചകം. അത്ഭുതം എന്ന് പറഞ്ഞാൽ പോലെ മഹാത്ഭുതമാണ് ഈ ഒരു വാചകം. കാരണം മുഴുവൻ ശാസ്ത്ര താല്പര്യവും ഇങ്ങനെ എങ്ങനെയാ ഒരു വാചകത്തിൽ ഒതുക്കുക എന്നാലോചിച്ച് നോക്കൂ. ഒന്നിനെ അവിടെ നിഷേധിക്കുകയല്ല, കർമ്മകാണ്ഡത്തെ നിഷേധിക്കുകയല്ല ചെയ്തത്. കർമ്മകാണ്ഡത്തിലൂടെ വിധിപ്രതിഷേധ ലക്ഷണമായിരിക്കുന്നതിലൂടെ സംസാരത്തിൽ നിന്ന് മുക്തിയില്ല എന്നുള്ളത് കൊണ്ട് അതിനപ്പുറത്തേക്ക് ഇച്ഛിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ക്രിയാകാരക ഫലഭേദ ശൂന്യമായ, വിധിപ്രതിഷേധ ലക്ഷണ ശൂന്യമായ, അജ്ഞാന നിവൃത്തികരമായ ബ്രഹ്മാത്മൈകത്വ വിജ്ഞാനം. ആ ഒരൊറ്റ വാചകം ഓർമ്മിച്ചു വയ്ക്കുക. ആത്മവിജ്ഞാനം അല്ല, ബ്രഹ്മവിജ്ഞാനം എന്നല്ല പറഞ്ഞത്, ബ്രഹ്മാത്മൈകത്വ വിജ്ഞാനം. ബ്രഹ്മം തന്നെയാണ് ആത്മാവ് എന്നുള്ള ഏകത്വ വിജ്ഞാനം. ആ ഐക്യജ്ഞാനമാണ് തത്വമസി, അഹം ബ്രഹ്മാസ്മി, പ്രജ്ഞാനം ബ്രഹ്മ, അയമാത്മാ ബ്രഹ്മ ഇത്യാദി മഹാവാക്യങ്ങൾ തരുന്നത്. ഏകത്വജ്ഞാനമാണ്, അല്ലാണ്ട് ബ്രഹ്മജ്ഞാനമല്ല, ആത്മജ്ഞാനമല്ല. ഇങ്ങനെയൊരു ബ്രഹ്മമുണ്ട് സർവജഗത് കാരണമായിട്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മോക്ഷമില്ല. ഞാൻ സത്വചിത്താനന്ദമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടും മോക്ഷമില്ല. ഞാനാകുന്ന സത്വചിത്താനന്ദം സർവജഗത് കാരണമായ അപരിമിതമായ സത്യമാണ് എന്ന ആ അഭേദജ്ഞാനത്തിലേക്ക് ഉയരണം. അതാണ് മഹാവാക്യങ്ങളുടെ ലക്ഷ്യം. ഇവിടെയാണ് സമ്പ്രദായത്തിനനുസരിച്ചുള്ള ശാസ്ത്രവും അല്ലാതെ ഉള്ളതും തമ്മിലുള്ള വ്യത്യാസം. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക നല്ല പോലെ. അല്ലാതെ ഉള്ള സമ്പ്രദായ ശാസ്ത്രത്തിന് ഭിന്നമായത്. അക്കാഡമിക്കലാവാം, പല സ്വയംഭൂക്കളുടേതാവാം. സ്വയംഭൂ എന്ന് പറഞ്ഞാൽ എന്താണോ? സ്വയംഭൂ എന്ന് പറഞ്ഞാലും ഇങ്ങനെ ഒരുപാട് ഒരുപാട് പൊട്ടിമുളച്ചുണ്ടാവുണ്ടല്ലോ. ഇപ്പോൾ നാട് മുഴുവനുണ്ട് ഇഷ്ടം പോലെ ഗുരുക്കന്മാരെ കൊണ്ട് കളിയാ. ഓരോരുത്തർ ഓരോന്ന് പഠിപ്പിക്കുകയാണ്. കഷ്ണം, മുറി, വക്ക്, മൂല. അപ്പോൾ ഒന്നുമില്ലാത്തവൻ അത് കിട്ടിയാൽ ഒരു കഞ്ചാവ് വലിച്ച സുഖം ഉണ്ടാവും, അതിൽ മയങ്ങിപ്പോവും. അത് തന്നെ ഇത്രയും ചുരുക്കി പറഞ്ഞാൽ സ്വയംഭൂ. ഇനിയും പറയിപ്പിക്കണോ? വേണ്ടല്ലോ, അത് മതി, അത്ര മതി. കഞ്ചാവ് വലിക്കാത്ത ആൾക്ക് കഞ്ചാവ് വലിച്ചാൽ ഒരു സുഖം ഉണ്ടാവും. മൂക്ക് പിടിക്കാത്ത ആൾക്ക് മൂക്ക് പിടിച്ചാൽ ഒരു സുഖം ഉണ്ടാവും.
പ്രാണായാമം ചെയ്താൽ ഒരു സുഖം ഉണ്ടാവും. അതുകൊണ്ട് പ്രാണായാമം ചെയ്യേണ്ടതെന്നല്ല പറഞ്ഞത്. ഞാൻ ആരാന്ന് ആലോചിച്ചിരുന്ന ഒരു സുഖം ഉണ്ടാവും. ഞാൻ സച്ചിദാനന്ദമാണ്, സുഖം ഉണ്ടാവും. പക്ഷെ അതൊന്നും തന്നിലെ അപരിമിതമായ ബോധത്തിലേക്ക് എത്തിക്കുന്നില്ല. അപരിമിതമായ ബോധത്തിലേക്ക് ശാസ്ത്രം മാത്രമേ നമ്മളെ എത്തിക്കുന്നുള്ളൂ. അതെ, ആ എല്ലാം കൂടി കൂട്ടിക്കുഴയ്ക്കല്ലോ. നമുക്ക് മുന്നോട്ട് പോവാം. ഇതിപ്പോൾ തുടങ്ങിയിട്ടില്ലല്ലോ, തുടങ്ങാനുള്ള ഉപക്രമല്ലേ ആയിട്ടുള്ളൂ. അവിടെ നോക്കാം. അപ്പം അതുകൊണ്ട് ഉത്തരോ ഗ്രന്ഥ ആരഭ്യതേ, ഇനിയുള്ള ഗ്രന്ഥഭാഗം ആരംഭിക്കുന്നു. എന്തിന്? ആത്യന്തിക നിശ്രേയസ പ്രയോജനം വക്തവ്യം. ആത്യന്തിക നിശ്രേയസ പ്രയോജനമായത് പറയേണ്ടതാകുന്നു എന്നുള്ളതിനായിക്കൊണ്ട് ഇനിയുള്ള ഗ്രന്ഥഭാഗം ആരംഭിക്കുന്നു. തമേതമർത്ഥം ദ്വിതീയവരപ്രാപ്തിയ അപി അകൃതാർത്ഥത്വം. ഈ അർത്ഥം നിങ്ങൾ തോന്നിയോണം പറയുകയാണോ? ശങ്കരാചാര്യോട് ചോദിക്കുകയാണ്. നിങ്ങൾ തോന്നിയോണമാണോ അത് പറഞ്ഞാൽ? ഞാൻ തോന്നിയോണം പറഞ്ഞതല്ല, പ്രമാണമുണ്ട്. എന്താ പ്രമാണം? രണ്ടാമത്തെ വരം കിട്ടിയിട്ടും നചികേതസ് കൃതാർത്ഥനായോ ഇല്ലയോ? ഇതാണ് ചോദ്യം. കൃതാർത്ഥനായ മൂന്നാമത്തെ ചോദിക്കൂലല്ലോ. രണ്ടാമത്തത് കിട്ടിയിട്ട് കൃതാർത്ഥനായിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ചോദിക്കുകയോ? ഇല്ല. അപ്പോൾ പരമമായ സ്വർഗപ്രാപ്തിക്ക് കാരണമായ ഏത് ക്രിയാകാരക ഫലലക്ഷണത്തോടു കൂടിയ അറിവ് നേടിയാലും മനുഷ്യന് കൃതാർത്ഥത കൈവരില്ല എന്നുള്ളത് ഇവിടെ സ്പഷ്ടമാണ്. അതുകൊണ്ട് അത് വേണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. കല്യാണം കഴിക്കണ്ട, കാത് കുത്തണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. അതൊക്കെ ചെയ്തോളൂ. പക്ഷെ അതുകൊണ്ടൊന്നും ഈ കൃതാർത്ഥത വരില്ല. ഒന്നിനെ ഇവിടെ നിഷേധിക്കുന്നില്ല. അവിടെ ചില നിയമങ്ങൾ വെച്ചു. കല്യാണം ഒന്ന് മതി അല്ലേ? അല്ല പോരാച്ച രണ്ടായിക്കോളൂ, അത് പോരാച്ച മൂന്നായിക്കോളൂ, അത്രയേ ഉള്ളൂ. എനിക്ക് പലിശ വാങ്ങിക്കൂടെ? പലിശ വാങ്ങിക്കോളൂ, ഇത്ര ശതമാനമേ പാടുള്ളൂ. നിയമിച്ചു. മനസ്സിലായില്ല? എല്ലാത്തിനും ധർമ്മശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയമങ്ങളെ വെച്ച് ക്രമീകരിച്ചു. അതെല്ലാം ഈ പറഞ്ഞ സംസാരത്തിൻ്റെ ഉള്ളിലുള്ള വിഷയങ്ങൾ. അവിടെ നൃത്തമുണ്ട്, സംഗീതമുണ്ട്, വാദ്യമുണ്ട്, എല്ലാം. അതിനൊക്കെ ശാസ്ത്രം വെച്ചു. എന്തൊരു മനോഹരമെന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ ഋഷിമാരുടെ പദ്ധതി. എല്ലാത്തിനും പദ്ധതിയുണ്ട്, പ്രമാണമുണ്ട്. എല്ലാം ഏറ്റവും നന്നായി ചെയ്യാൻ പഠിച്ചു. കാമശാസ്ത്രമൊക്കെ മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയാത്തതാ. കാമസൂത്രം പഠിച്ചു നോക്കൂ, പഠിക്കുമ്പോൾ മനസ്സിലാവും. ഒരു സാധാരണ മനുഷ്യന് സങ്കല്പിക്കാൻ പറ്റാത്ത ഭോഗോപാധികളാണ് പറഞ്ഞിട്ടുള്ളത്. അത്രയും നോയിക്കോ, നിനക്ക് എങ്ങനെയെങ്കിലും സുഖം കിട്ടട്ടെ, എനിക്കത് മതി. അതൊക്കെ പോയിട്ട് പോരാന്ന് മനസ്സിലായാൽ ഇതങ്ങോട്ട് പോകുന്നുള്ളൂ. എന്നാ പിന്നെ ആദ്യം പറഞ്ഞു കൊടുത്താൽ ആദ്യം പറഞ്ഞു കൊടുത്താൽ പറ്റില്ല. അത് വേണ്ട. മറ്റവൻ ആദ്യം ആ ബോർഡിന് കരിയോയിൽ ഒഴിക്കും ആദ്യം തന്നെ. അതുകൊണ്ട് ഉത്തരോ ഗ്രന്ഥ ആരഭ്യതേ. തമേതമർത്ഥം ദ്വിതീയവരപ്രാപ്തിയ അപി അകൃതാർത്ഥത്വം. രണ്ടാമത്തെ വരം കിട്ടിയിട്ടും നചികേതസ് കൃതാർത്ഥനായില്ല എന്നതിലൂടെ എടുത്തു കാണിച്ചു.
തൃതീയ വരഗോചരം ആത്മജ്ഞാനമന്തരേണ. മൂന്നാമത്തെ വരത്തിൽ കൂടെ ഉപദേശിക്കപ്പെടുന്ന ആത്മജ്ഞാനം കൂടാതെ കൃതാർത്ഥനാവില്ല എന്നുള്ളത് എടുത്തു കാണിക്കുന്നു. ഇത് ആഖ്യായികയ പ്രപഞ്ചയതി. ഇതാണ് ഈ കഥയിലൂടെ വിശദീകരിക്കുന്നത്. വ്യക്തമാണല്ലോ. ഈ ഒരു വാചകാണ് ഈ കഠോപനിഷത്ത് ഭാഷ്യത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വാക്യം. ഇങ്ങനെ അങ്ങോട്ട് ഒതുക്കുക എങ്ങനെയാണ് സർവശാസ്ത്രത്തെയും? അതാണ് ശ്രീനാരായണ ഗുരുദേവൻ ശങ്കരാചാര്യരെ കുറിച്ച് പറഞ്ഞത്, സരളാദ്വയ ഭാഷ്യകാരനാം ഗുരുവോ. അല്ലാത്തൊരു പ്രയോഗം അത്, സരളാദ്വയ ഭാഷ്യകാരനാം ഗുരു. എന്താ ഈ സരളത എന്ന് പറഞ്ഞാ? എന്താ സരളത? ഉള്ളതുള്ള പോലെ, അതാ സരളത. അല്ലാണ്ടെന്താ? അല്ലാണ്ട് സരളത എന്ന് പറഞ്ഞാൽ കൃത്രിമത്വം എന്തെങ്കിലും അല്ല. നല്ല പുതിയ ഖദർ ജുബ്ബ വാങ്ങിയിട്ട് കീറി ഇടുന്നതല്ല സരളത. മനസ്സിലായില്ല? നല്ല മുണ്ടൊക്കെ എടുത്ത് കുറച്ച് മുഷിപ്പിച്ചിട്ട് ഉടുക്കുക, എന്നിട്ട് നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ വളരെ സരളനാണെന്ന് കാണിക്കുക. അതല്ല സരളത. സരളത ഉള്ളതുപോലെ കാണിക്കുക, അതാണ്. വളരെ പ്രസിദ്ധനായ നേതാവ് ഉണ്ടായിരുന്നു കേരളത്തിൽ തന്നെ. അദ്ദേഹത്തിന് മിക്ക ഖദർ വസ്ത്രം ഇവിടെ കീറും. ഇവിടെ ഒരേ സ്ഥലത്ത് കീറിയിട്ടുണ്ടാവും. ഫോട്ടോ എടുക്കുമ്പം കീറിയത് കാണുന്ന സ്ഥലത്ത് കീറിയിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിന് അടുത്തൊരു അനുയായി എന്നോട് പറഞ്ഞു തന്നു, അത് കീറുന്നതാണ് സ്വാമി. സിംപ്ലിസിറ്റി കാണിക്കാന്നാണ്. അതല്ല സരളത. സരളത എന്ന് പറഞ്ഞാൽ ഉള്ള പോലെ, ഒരു വളച്ചുകെട്ടും ഇല്ലാതെ. അങ്ങനെയാണോ? അങ്ങനെ, അത്രയേ ഉള്ളൂ. അതാണ് സരളാദ്വയ ഭാഷ്യകാരനാം ഗുരു. ഇതിൽ പരം എന്താ ഉള്ളത്? ഈ ഒരു വാചകം പഠിച്ചു നോക്കൂ. ഈ ഒരു വാചകം നമുക്ക് വേണമെങ്കിൽ ഒരു മാസം ഇരിക്കാം, ഒറ്റ വാചകം. കാരണം ഓരോ പദവും ഉണ്ട് അതിൽ. ഏത്? വിധി പ്രതിഷേധാർത്ഥ വിഷയം, ക്രിയാകാരകഫല അധ്യാരോപലക്ഷണം, സ്വാഭാവികം. ഈ വാക്ക് വിശദീകരിക്കണമെങ്കിൽ തന്നെ ഒരു 3 ദിവസം വേണം. അവിടെ നിന്നിട്ട് സംസാരബീജം, അതിൻ്റെ നിവൃത്തിക്കായിക്കൊണ്ട് ബ്രഹ്മാത്മൈകത്വ വിജ്ഞാനം. ബ്രഹ്മാത്മൈകത്വ വിജ്ഞാനം എന്നുള്ള ഒറ്റ വാക്ക് പറയണമെങ്കിൽ മഹാവാക്യങ്ങളൊക്കെ കൊണ്ടുവരണം. അതിൻ്റെ വാച്യാർത്ഥം, ലക്ഷ്യാർത്ഥം എല്ലാം വിശദീകരിക്കണം. നമുക്കൊരു 2 മാസം ഇരിക്കാം ഈ ഒരു വാചകത്തിൽ. ഇങ്ങനെയാണ് ഒതുക്കുക വാക്കുകളെ. അതാണ് വിദ്വാന്റെ ലക്ഷണം. ശ്രദ്ധിക്കുക. ശരി. യതഃ പൂർവസ്മാത് കർമ്മഗോചരാത് സാധ്യസാധന ലക്ഷണാത് അനിത്യാത് വിരക്തസ്യ. സാധ്യസാധന ലക്ഷണമായിരിക്കുന്ന, കർമ്മഗോചരമായിരിക്കുന്ന, അനിത്യമായിരിക്കുന്നതിൽ നിന്നെല്ലാം വിരക്തനായി. എങ്ങനെ? ഇതുകൊണ്ട് ആത്യന്തികമായ പുരുഷാർത്ഥപ്രാപ്തി ഉണ്ടോ? ഇല്ല. ഇതുകൊണ്ടുണ്ടോ? ഇല്ല. അങ്ങനെ പരീക്ഷിച്ച് പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ, കർമ്മചിതങ്ങളായ സർവ്വലോകങ്ങളെയും പരീക്ഷിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതിലാണ് വരും, പെണ്ണ് വരും, എല്ലാം വരും, ഇല്ലേ? എല്ലാ സംഗതിയും വരും. പണം വരും, സ്ഥാനം വരും, പ്രശസ്തി വരും, ഒക്കെ വേണ്ടത് തന്നെയാണ്. ഒന്നും വേണ്ടെന്ന് പറയണില്ല. പക്ഷെ ഇതുകൊണ്ട് ആത്യന്തിക പുരുഷാർത്ഥമുണ്ടോ? ഇല്ല. അത് ഉപനിഷത്ത് വിസ്തരിച്ചിട്ടുണ്ട്. അതന്നെ അനുഭവം, അതന്നെയല്ല അനുഭവം. പുത്രോ മേസ്യാത്, അതാ പറയാൻ ചോദിച്ചതിന് പറയണ്ടേ. പുത്രോ മേസ്യാത്, എനിക്കൊരു മോനുണ്ടാവണേ. എന്തിനാടോ നിങ്ങൾക്ക് മോനുണ്ടാവണത്? എന്തിനാ? പുത്രേണ അയം ലോകോ ജയ്യ. അത് വെറും ആഗ്രഹമല്ല, കാര്യകാരണ സഹിതാണ്, വെറുതെ ഒന്നല്ല.
മക്കളെ കൊണ്ട് മാത്രമേ ഈ ലോകം ജയിക്കാൻ പറ്റൂ. ഈ ലോകം ജയിക്കണമെങ്കിൽ മക്കൾ വേണം. ശരി, അതിനിപ്പോൾ എന്ത് വേണം? ജായാമേ സ്യാദ്, എനിക്കൊരു ജായ ഉണ്ടാവണം. ജായ വൈഫ്, ഇത് വൈഫാണ്. പത്നി. പത്നി എന്ന് പറയുമ്പോൾ അർത്ഥം ഒന്ന് വേറെ, ജായ എന്ന് പറയുമ്പോൾ അർത്ഥം ഒന്ന് വേറെ, ഭാര്യ എന്ന് പറയുമ്പോൾ അർത്ഥം ഒന്ന് വേറെ. രസകരമായൊരു വാക്കുണ്ട്, ദാരം എന്ന് പറയുമ്പോൾ അർത്ഥം ഒന്ന് വേറെ. ഇങ്ങനെയൊക്കെ പല വാക്കുകളുണ്ട്. അതിരിക്കട്ടെ. അപ്പോൾ ജായ, ജായാമേ സ്യാദ്, എനിക്കൊരു ജായ ഉണ്ടാവണേ. ജായ എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥം പുത്രം പുത്രിം വാ ജനയതി ഇത് ജായ. തനിക്കായിക്കൊണ്ട് മകനെയോ മകളെയോ തരുന്നവൾക്ക് പറയുന്ന പേരാണ് ജായ. ശരി, അങ്ങനെ ജായയായി, കുട്ടിയായി. അപ്പം ഈ ലോകമായി കിട്ടുമോ? ഈ ലോകത്തിനുള്ള സാധനമൊക്കെ തയ്യാറാക്കി. അപ്പോഴാണ് ആലോചിക്കുന്നത് ഇത് പോരാ, ഇതിനപ്പുറത്ത് പിതൃലോകമുണ്ട്, അത് വേണം. അത് കിട്ടാൻ എന്താ വഴി? കർമ്മണ പിതൃലോക, കർമ്മം കൊണ്ട് പിതൃലോകം. അങ്ങനെ കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങി, പിതൃലോകം കിട്ടാൻ. അതും ബുക്ക് ചെയ്തു. ഈ ലോകം ഉറപ്പിച്ചു, പിതൃലോകം ബുക്ക് ചെയ്ത് വെച്ചു. അപ്പോഴാണ് ഒരാൾ പറഞ്ഞത് പിതൃലോകത്തിന് അപ്പുറത്ത് ദേവലോകമുണ്ട്, ബ്രഹ്മലോകം വരെ. അതെന്ത് ചെയ്യും? വിദ്യയാ ദേവലോക, ഉപാസന കൊണ്ട് ദേവലോകം വരെ എത്താം. ഇത്രയും ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ചിന്ത വരുന്നത്, ഇതിനെ കൊണ്ടൊക്കെ എന്ത് കാര്യം? എന്നാ പിന്നെ ആദ്യം തോന്നിയിരുന്നെങ്കിലോ ഈ പൊല്ലാപ്പിലൊന്നും പെടണ്ടായിരുന്നു. അത് തോന്നണമെങ്കിൽ ഇപ്പോൾ തോന്നണ്ടപ്പോഴല്ലേ തോന്നുള്ളൂ. അപ്പോഴാ ചോദിക്കണേ, കിം പ്രജയാ കരിഷ്യാമോ യേഷാം നോയം ആത്മായം ലോക, ഈ സന്താനത്തെ കൊണ്ടോ ഈ ലോകത്തെ കൊണ്ടോ ദേവലോകത്തെ കൊണ്ടോ ഞാനെന്ത് ചെയ്യും? ഇതുകൊണ്ടൊന്നും ആത്മജ്ഞാനം ഉണ്ടാവില്ലല്ലോ. ഒക്കെ വിട്ടു. തേഭ്യോ യുദ്ധായ പ്രവ്രജന്തി, ഉടനെ സന്യസിക്കാൻ പോയി. ഇതാണ് ബൃഹദാരണ്യകോപനിഷത്തിൽ വിവിധിഷ പ്രകാരം പറയുന്ന മന്ത്രം. ശ്രദ്ധിക്കുക. അപ്പോ ഇതിൽ നിന്ന് വിരക്തനായി. വിരക്തനാവുന്നത് പരീക്ഷിച്ചിട്ട് മാത്രമാണ്, വെറുതെ അല്ല. പരീക്ഷ ലോകാൻ കർമ്മജിതാൻ ബ്രാഹ്മണോ നിർവേദമായാത് നാസ്തി അകൃതകൃതേന എന്ന് ഓർമ്മിക്കുക. അപ്പം അങ്ങനെയുള്ള ആൾക്ക് ആത്മജ്ഞാനത്തിലാണ് അധികാരം എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ആദ്യം പറഞ്ഞതിനെയൊക്കെ നിന്ദിക്കാൻ വേണ്ടി. എന്തിനാ നിന്ദിക്കുന്നത്? അവന് സ്വാഭാവികമായി നിന്ദ വന്നു, അതാണ്. അയ്യേ, ഞാൻ എന്തിൻ്റെ പിന്നാലെ അപ്പം അത്രയും കാലം ഓടിയത് എന്ന് വന്നു. അതെ, അതിന് പുത്രാദ്യുപന്യാസേന പ്രലോഭനം ക്രിയത. അതിനാണ് മക്കള് തുടങ്ങിയവയെ ഉപന്യസിച്ചുകൊണ്ട് പ്രലോഭനം ചെയ്യുന്നത്, വെറുതെ അല്ല. എന്താ മക്കള് തുടങ്ങിയവയെ ഉപന്യസിച്ച്? അത് നമുക്ക് പഠിക്കാം. 2-3 മന്ത്രം കഴിയുമ്പോഴത്തേക്ക് അത് വരും. നചികേത ഉവാച, നചികേതസ് ചോദിച്ചു. നേരത്തെ തന്നെ തുടർച്ച. എപ്പോ? തൃതീയം വരം നചികേതോ വൃണീഷ്വ ഇത്യുക്ത ഹാസൻ. ഹേ നചികേതസേ, നീ 3ാമത്തെ വരം ചോദിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ നചികേതസ് ചോദിച്ചു. അതുവരെയുള്ളത് പരിചയപ്പെടുത്തിയതാ, അതുവരെയുള്ളത് സംബന്ധമാണ്. ശ്രദ്ധിക്കുക. 3ാമത്തെ വരം ചോദിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ നചികേതസ് ചോദിച്ചു. എന്താ ചോദിച്ചത്? യേയം പ്രേതേ വിചികിത്സ മനുഷ്യേ അസ്തിത്യേകേനായമസ്തീതി ചൈകേ ഏതദ് വിദ്യാമനുശിഷ്ടസ്ത്വയാഹം വരാണാമേഷ വരസ്തൃതീയഃ. യേയം പ്രേതേ വിചികിത്സ മനുഷ്യേ അസ്തിത്യേകേനായമസ്തീതി ചൈകേ ഏതദ് വിദ്യാമനുശിഷ്ടസ്ത്വയാഹം
വരാണാമേഷ വരസ്തൃതീയഃ. യാ ഇയം വിചികിത്സ. യാ ഇയം വിചികിത്സ. ഈ യാതൊരു സംശയമുണ്ട്. യാ എന്ന് പറഞ്ഞാൽ യാതൊരുവൾ. ഇവിടെ യാതൊരു എന്നെടുക്കാം. ഇയം എന്ന് പറഞ്ഞാൽ ഇവൾ. എന്തിനാ ഇവൾ? സ്ത്രീലിംഗം എന്തിനാ? വിചികിത്സ എന്നുള്ള ശബ്ദം സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് സ്ത്രീലിംഗം പ്രയോഗിച്ചത്. അപ്പൊ ഇങ്ങനെ ഒരു സംശയമുണ്ട് എന്ന് മലയാളത്തിൽ പറയാം. ഈ യാതൊരു സംശയം. ശുദ്ധ സംസ്കൃതം തന്നെ അതേപടി പറഞ്ഞാൽ ഇവൾ തന്നെ പറയണം. ഈ ഒരു വള് എന്ത്? സംശയം. വിചികിത്സ. വിചികിത്സ സ്ത്രീലിംഗ. അപ്പൊ ഈ ഒരു സംശയമുണ്ട്. എന്താ സംശയം? പ്രേതേ മനുഷ്യേ. പ്രേതേ മനുഷ്യേ. മനുഷ്യൻ മരിച്ചാൽ, മനുഷ്യൻ പ്രേതനായാൽ. പ്രേതനാവുക പറഞ്ഞാൽ ഈ പ്രേതം എന്ന് പറഞ്ഞാൽ ചിലർക്ക് വേറെ ചില ചിന്തയൊക്കെ വരും. പരേതനും പ്രേതനൊക്കെ ഒന്ന് തന്നെയാ. ഈ നമുക്ക് ഈ പ്രേതം എന്നുള്ള വേർഡ് കേട്ട് കഴിഞ്ഞാൽ ഉടനെ ആൾക്കാർ അതിൽ കുടുങ്ങിപ്പോവും. അപ്പോഴത്തേക്ക് വേറെ വരും, അയാൾ വരും, ഇയാൾ വരും, ഒഴിക്കൽ വരും, ബാധ വരും, എല്ലാം വരും. പ്രേതം എന്ന് പറഞ്ഞാൽ ഒരർത്ഥവും ഇല്ല. പ്രകർഷേണ ഇതഹ. ഇതഹ എന്ന് പറഞ്ഞാൽ പോയവൻ. ഇതഹ ഇണ് ഗതൗ, ഗമിക്കുക. അപ്പൊ നല്ല പോലെ പോയവൻ ചൽ മരിക്കുക. അതാണല്ലോ നല്ല പോലെ പോവുക അല്ലേ? അപ്പൊ പ്രേതേ മനുഷ്യേ. മനുഷ്യൻ മരിച്ചാൽ. അസ്ഥിത്യേകേ. ഉണ്ട് എന്ന് ചിലർ പറയുന്നു. ഏകേ ചിലര്, ഇതൊരു വിശേഷ പ്രയോഗമാണ് ഏകേ എന്നുള്ളത്. ഏകം എന്ന് പറഞ്ഞാൽ ഒന്ന്. ഏകഹ എന്ന് പറഞ്ഞാൽ ഒന്ന്. ഒന്നിന് ബഹുവചനം ഉണ്ടോ? ഒന്നിന് ബഹുവചനം ഇല്ലല്ലോ. ഉണ്ടോ? എന്നാൽ സംസ്കൃതത്തിലുണ്ട്. സംസ്കൃതത്തിൽ ബഹുവചനമുണ്ട്. ഏകേ, ഏകഹ, ഏകൗ, ഏകേ എന്ന് പറഞ്ഞാൽ ഏകേ എന്ന് പറഞ്ഞാൽ ചിലർന്ന അർത്ഥം വരിക. അല്ലാതെ കുറേ ഒന്നെന്ന് വരില്ല. കുറേ ഒന്നെന്ന് അർത്ഥം വരില്ല. ചിലർ, ചിലർ. അപ്പൊ ഏകേ ചിലർ എന്താ പറയണത്? അസ്ഥി, ഉണ്ട് എന്ന് പറയുന്നു. മനുഷ്യൻ മരിച്ചാലും ഉണ്ട് എന്നാണ് ചിലർ പറയണത്. ചിലർ പറയണത്. ന്യായമസ്തീതി ച ഏകേ. വേറെ ചിലര് ഏകേ ച വേറെ ചിലരാകട്ടെ ന അയമസ്തി ഇല്ല എന്ന് പറയുന്നു. മരണത്തോടുകൂടി എല്ലാം കഴിഞ്ഞു. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ശേഷിക്കണില്ല. മരണത്തോടുകൂടി കഴിഞ്ഞു. അപ്പൊ ജനനത്തിൽ ആരംഭിച്ച് മരണത്തിൽ അവസാനിക്കുന്ന ഒന്നാണ് ജീവൻ. അല്ലാണ്ട് മരിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല എന്നാണ് ചിലർ പറയണത്. വേറെ ചിലർ പറയണത് അങ്ങനെയല്ല. മരിച്ചാലും ഉണ്ട്. ഇത് എല്ലാ കാലമുള്ള ഒരു സംശയമാണത് അല്ലേ? അപ്പൊ ഈ സംശയം അവതരിപ്പിച്ചിട്ട് പറയാണ്, ഏതദ് വിദ്യാം. ഇതിനെ ഞാൻ മനസ്സിലാക്കാമായിരുന്നു. ഇതിനെ ഞാൻ മനസ്സിലാക്കാമായിരുന്നു. എപ്പോ? ത്വയാ അനുശിഷ്ട. നിന്നാൽ ഉപദേശിക്കപ്പെട്ടാൽ. എന്താണിപ്പോ ഈ രണ്ടഭിപ്രായത്തിൽ ഏതാ ശരിയെന്ന് നീ പറഞ്ഞാൽ ഞാനൊന്ന് മനസ്സിലാക്കാമായിരുന്നു. അതിന് നിന്നെപ്പോലെ യോഗ്യം വേറൊരാളില്ല. എന്താ കാരണം? മരണത്തിൻ്റെ ദൈവമാണല്ലോ. മരണത്തിൻ്റെ ദേവതയായതുകൊണ്ട് ഈ വിഷയം പറഞ്ഞു തരാൻ ഏറ്റവും നല്ല ആൾ നീ തന്നെയാണ്. അപ്പൊ കിട്ടിയ സ്ഥിതിക്ക് ഈ ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ഏതദ് വിദ്യാം അനുശിഷ്ടസ്ത്വയാഹം. നിന്നാൽ ഉപദേശിക്കപ്പെട്ടാൽ ഞാൻ ഇത് മനസ്സിലാക്കാമായിരുന്നു. എന്തൊരു
ഋജുവായ ചോദ്യം നോക്കൂ. സരളമാണ്, ഋജുവാണ്. ഉപദേശിക്കണില്ലാച്ചാ വേണ്ട. നിന്നാൽ ഉപദേശിക്കപ്പെട്ടാൽ ഞാൻ മനസ്സിലാക്കാമായിരുന്നു. അതാണ് ഏതദ് വിദ്യാം അനുശിഷ്ടസ്ത്വയാഹം വരാണാം ഏഷ വരസ്തൃതീയ. വരങ്ങളിൽ ഇതാണ് മൂന്നാമത്തെ വരം. ഇതാണ് മൂന്നാമത്തെ വരം. ഇത് പറഞ്ഞു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം 3 വരമാണ്. ഇതാണ് എൻ്റെ മൂന്നാമത്തെ വരം. ഇത് പറഞ്ഞു കൊടുത്തില്ലാച്ചാ അയാൾ കടക്കാരനാവും. പ്രശ്നമാവും, കടക്കാരനാവും. കടത്തോട് കൂടി പോയാൽ യമ പദവി തന്നെ നഷ്ടപ്പെട്ടു. ഒന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ ചെയ്യണമല്ലോ. ഇതാണ് വരം. അപ്പൊ വേറൊന്നും ചോദിച്ചിട്ടില്ല. അപ്പൊ ഇവിടെ സംശയം വരും, ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണോ കഠോപനിഷത്ത്? അത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാം. ഈ ചോദ്യത്തിൽ ആരംഭിക്കുന്നതാണ് കഠോപനിഷത്ത്. ഈ ചോദ്യത്തിനുള്ള ഉത്തരാണെന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഈ ചോദ്യത്തിൽ ആരംഭിക്കുന്നതാണ് കഠോപനിഷത്ത്. അപ്പൊ ചോദ്യം വ്യക്തമാണല്ലോ. മനുഷ്യൻ മരിച്ചാൽ ഉണ്ട് എന്ന് ചിലർ പറയുന്നു, ഇല്ല എന്ന് വേറെ ചിലർ പറയുന്നു. എന്താണ് ഇതിൻ്റെ സത്യമെന്ന് നീ ഉപദേശിച്ചു തന്നാൽ ഞാൻ മനസ്സിലാക്കാമായിരുന്നു. ഇതാണ് മൂന്നാമത്തെ വരം. നോക്കൂ, യാ ഇയം വിചികിത്സ സംശയഃ പ്രേതേ മൃതേ മനുഷ്യേ അസ്തീത്യേകേ അസ്തി ശരീരേന്ദ്രിയ മനോബുദ്ധി വ്യതിരിക്തഃ ദേഹാന്തര സംബന്ധി ആത്മാ ഇതി ഏകേ നായം അസ്തി ഇതി ച ഏകേ നായമേവം വിധഃ അസ്തി ഇതി ച ഏകേ അതഃ ച അസ്മാകം ന പ്രത്യക്ഷേണ നാപി വ അനുമാനേന നിർണയ വിജ്ഞാനം ഏതദ് വിജ്ഞാനാധീനഃ ഹി പരഃ പുരുഷാർത്ഥഃ ഇത്യതഃ ഏതദ് വിദ്യാം വിജാനീയാം അഹം അനുശിഷ്ടഃ ജ്ഞാപിതഃ ത്വയാ വരാണാം ഏഷ വരഃ തൃതീയഃ അവശിഷ്ടഃ. യാ ഇയം വിചികിത്സ സംശയഃ പ്രേതേ മൃതേ മനുഷ്യേ അസ്തി ഇതി ഏകേ അസ്തി ശരീരേന്ദ്രിയ മനോബുദ്ധി വ്യതിരിക്തഃ ദേഹാന്തര സംബന്ധി ആത്മാ ഇതി ഏകേ ന അയം അസ്തി ഇതി ച ഏകേ ന അയം ഏവം വിധഃ അസ്തി ഇതി ച ഏകേ അതഃ ച അസ്മാകം ന പ്രത്യക്ഷേണ ന അപി വാ അനുമാനേന നിർണയ വിജ്ഞാനം ഏതദ് വിജ്ഞാനാധീനഃ ഹി പരഃ പുരുഷാർത്ഥഃ ഇത്യതഃ ഏതദ് വിദ്യാം വിജാനീയാം അഹം അനുശിഷ്ടഃ ജ്ഞാപിതഃ ത്വയാ വരാണാം ഏഷഃ വരഃ തൃതീയഃ അവശിഷ്ടഃ. അപ്പോൾ യാ ഇയം വിജിഗിത്സ, ഈ യാതൊരു സംശയമുണ്ടോ? ഇങ്ങനെയൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. എക്കാലത്താപ്പോൾ അത് ചോദിച്ചത്? എത്ര ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പാന്ന് നമുക്കറിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഭാരതത്തിൻ്റെ ചിന്താപദ്ധതിയുടെ ആ ഗരിമയും മഹിമയും. ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഇത്തരം നിഗൂഢ വിഷയങ്ങളെക്കുറിച്ച് കുട്ടികൾ പോലും ചർച്ച ചെയ്തിരുന്നു ഭാരതത്തിൽ. കുട്ടിയാ ചോദിക്കണത്, വലിയ ആളൊന്നുമല്ല. പലരെ നമ്മളിപ്പോൾ അനുകരിക്കാൻ നോക്കണുണ്ടല്ലോ. അവിടുത്തെയൊക്കെ സ്ഥിതി എന്താ? ഉടുതുണി ഉണ്ടോ?
കയറി വന്ന ഇല കൊണ്ട് നഗ്നതയും മറച്ച് നടക്കുകയാണ്, വേറൊന്നും അറിയില്ല. 1000 കൊല്ലം മുമ്പ് അപ്പോഴാ ഈ ചോദ്യങ്ങൾ ചോദിച്ചത് കുട്ടികൾ. അതാ ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് ഭാരതം. ആ ഭാരതത്തിന്റെ ഗരിമയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനസ്സിലായില്ല? ആ, അതാണ് ഭാരതം. ചെറിയ കുട്ടിയാ ചോദിക്കണത്. പ്രേതേ മനുഷ്യേ അസ്ഥിത്യേകേ, മനുഷ്യൻ മരിച്ചാൽ ഉണ്ട് എന്ന് ചിലർ പറയുന്നു. എന്തുണ്ട്? ശരീരത്തിനും ഇന്ദ്രിയത്തിനും മനസ്സിനും ബുദ്ധിക്കും ഭിന്നനായിട്ട്, ശരീരത്തിൽ നിന്ന് വേറിട്ട്, ഇന്ദ്രിയങ്ങളിൽ നിന്നും മനസ്സിൽ നിന്നും ബുദ്ധിയിൽ നിന്നും വേറിട്ടിട്ട് ഒരാത്മാവുണ്ട് എന്ന് ചിലർ പറയുന്നു. അതാണ് ആത്മായിത്യേകേ. ആ ആത്മാവ് ദേഹാന്തര സംബന്ധിയാണ്. ഒരു ദേഹം വിട്ട് വേറൊരു ദേഹത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഒരു ദേഹത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അങ്ങനെയുള്ളതായ ആത്മാവുണ്ട് എന്ന് ചിലർ പറയുന്നു. അങ്ങനെ ഒരു വിഭാഗം ആത്മവാദികൾ. എന്നാൽ വേറെ ചിലർ പറയുന്നത് മഹാവിഡ്ഢിത്തം, അങ്ങനെയൊന്നുമില്ല. അതെ, മരണത്തോടു കൂടി എല്ലാം കഴിഞ്ഞു. അതാണ് ന്യായം അസ്ഥീതി ച ഏക ഏവം വിധ ആത്മഹ നാസ്തി. ഇങ്ങനെ ആത്മാവൊന്നുമില്ല, വെറുതെ വിഡ്ഢിത്തം പറയുകയാണ്. മരിച്ചു കഴിഞ്ഞാൽ ഭൂതങ്ങളൊക്കെ വേർപിരിഞ്ഞു കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പൊ രണ്ട് പക്ഷം ഉണ്ടാവുമ്പോൾ നമുക്ക് സംശയമായി. ഈ രണ്ട് പക്ഷം എല്ലാ കാലത്തും ഉണ്ട്, ഇന്നുണ്ട്, അന്നുണ്ട്, ഇല്ലേ? ഉണ്ട്. അത്തഹച്ച അസ്മാകം ന പ്രത്യക്ഷേണ അനുമാനേന നിർണയ വിജ്ഞാനമേതത്. ഇത് പ്രത്യക്ഷം കൊണ്ടോ അനുമാനം കൊണ്ടോ മനസ്സിലാക്കാൻ കഴിയില്ല, ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. പ്രത്യക്ഷമായിട്ടുള്ള വസ്തുവാണെങ്കിൽ നമുക്ക് കണ്ണുകൊണ്ട് നോക്കാം, ചെവി കൊണ്ട് കേൾക്കാം, മൂക്കുകൊണ്ട് മണക്കാം, നാക്കുകൊണ്ട് രുചിക്കാം, തുക്കുകൊണ്ട് സ്പർശിക്കാം, അല്ലെങ്കിൽ അനുമാനിച്ച് മനസ്സിലാക്കാം. ഇതൊന്നും പറ്റില്ല. അപ്പോൾ പ്രത്യക്ഷം കൊണ്ടും അനുമാനം കൊണ്ടും ഇതിനെ മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ഒറ്റ വഴിയേ ഉള്ളൂ. എന്താണ്? പറഞ്ഞു തരൂ. അതാണ്. എന്തിനാടോ ഇത്ര വിഷമം പിടിച്ചൊക്കെ മനസ്സിലാക്കണത്? ഈ ലോകത്ത് ജീവിച്ചാൽ പോരെ, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിനക്കിപ്പോൾ എന്താ? ജീവിക്കുമ്പോൾ സുഖമായി ജീവിക്കുക, സന്തോഷമായിട്ട് ജീവിക്കുക, നല്ല നെയ്യും പരിപ്പും കൂട്ടി ദിവസവും ഭക്ഷണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുക. എന്താണ്? പത്നി മനോരമാം ദേഹി, അല്ലേ? എനിക്ക് നല്ല മനോരമയായ ഒരു പത്നിയെ തരണേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ജീവിക്കുക. അപ്പോൾ ഒരാൾ ചോദിച്ചു, ഞാനെന്താ ചൊല്ലേണ്ടത് സ്വാമിന്ന്? ഞാൻ പറഞ്ഞു, പതിയും മനോഹരം ദേഹി എന്നായിക്കോളൂ, ഒരു മനോഹരനായ പതിയെ തരണേന്ന് പ്രാർത്ഥിച്ചോളൂ. അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാ? അതെ, അല്ലാണ്ട് ഇങ്ങനെ കഴിഞ്ഞോളൂ. അല്ലാണ്ട് വെറുതെ ഇതിപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ആലോചിച്ചിട്ട് എന്ത് കാര്യമാണ് കിട്ടാൻ പോണത്? ജീവിക്കുമ്പോൾ സുഖമായി ജീവിക്കണോ, അതല്ലേ ബുദ്ധി. പിന്നെ ഈ ചോദ്യമൊക്കെ എന്നോട് ചോദിക്കണതിനാ? എന്നാണെങ്കിൽ ഏതദ് വിജ്ഞാനാധീന പരഹ പുരുഷാർത്ഥ. ഈ ആത്മബോധം കൊണ്ട് മാത്രമേ പരമപുരുഷാർത്ഥമായ മോക്ഷത്തിലേക്ക് ഉയരാൻ സാധിക്കൂ. അതുകൊണ്ടാണ് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത്, അല്ലാണ്ട് വെറുതെ അല്ല. അതുകൊണ്ട് വിജാനീയാം അനുശിഷ്ട ജ്ഞാപിത ത്വയാ, നിന്നാൽ ഉപദേശിക്കപ്പെട്ടാൽ ഇത് ഞാൻ മനസ്സിലാക്കാമായിരുന്നു. വരാണമേഷ വരഹ തൃതീയ അവശിഷ്ട. 3 വരങ്ങളിൽ ശേഷിക്കുന്ന 3ാമത്തെ വരം ഇതാണ്. കഴിഞ്ഞു. അയ്യോ, അല്ലേ? അപ്പൊ ആദ്യത്തത് ചോദിച്ചപ്പോ കൊടുത്തു, ചോദിച്ച മാത്രയിൽ ആദ്യത്തത് കൊടുത്തു. രണ്ടാമത്തത് കുറച്ചൊരു ചമൽക്കാരപൂർവം കൊടുത്തു. ഇതിപ്പോ എങ്ങനെയാ കൊടുക്കുക?
കിം അയം ഏകാന്തതഃ നിശ്രേയസ സാധന ആത്മജ്ഞാന അർഹഃ നവ. ഇവൻ ആത്മജ്ഞാനത്തിന് യോഗ്യനാണോ അല്ലയോ? അത് നടന്നിട്ട് വേണ്ടേ കൊടുക്കുക. അല്ലാതെ എല്ലാവർക്കും അത് കൊടുക്കാൻ പറ്റുമോ? അത് പറ്റില്ലല്ലോ. അത് പറ്റില്ല. വേറെ വിഷയം പോലെയല്ല. ഈ ലോകസംബന്ധിയായത് വല്ലതും ചോദിച്ചാൽ അപ്പം കൊടുക്കാം, പരലോക സംബന്ധിയായതും അപ്പം കൊടുക്കുക. പക്ഷെ ആത്മജ്ഞാനം അങ്ങനെയാണ് പറ്റുമോ? യോഗ്യരാണോ നോക്കണം, അല്ലാണ്ട് വയ്യ. ഇവിടെ തന്നെ ഒരു ചെറുപ്പക്കാരൻ വന്നിരുന്നു, പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് വലിയ വിദഗ്ധനായി സന്യസിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. നല്ല ചെറുപ്പക്കാരൻ, മിടുക്കനാ, നല്ല ആള്. സ്വാമി, ഞാൻ സന്യസിക്കൊന്നും വേണ്ടടോ, സന്തോഷമായിട്ട് ജീവിച്ചാൽ മതി ലോകത്തിൽ, സന്യസിക്കാനൊന്നും പോകണ്ട, അതൊക്കെ ഗുലുമലാണ്, ഒക്കെ പ്രശ്നമാണ്. അല്ല സ്വാമി, ഞാൻ സന്യസിക്കാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. നമ്മൾ അമ്മയെ പറ്റി പറയാൻ തുടങ്ങി. ആ അമ്മ എന്ന് പറഞ്ഞാൽ ഒരു മഹാപ്രസ്ഥാനാണ്. നമ്മളെ 10-280 ദിവസം വയറ്റ് കൊണ്ട് നടക്കുക. ഓ പാവം. അത് കഴിഞ്ഞ് എത്ര നമ്മളെ കൂടെ കടന്ന് മുലപ്പാല് തന്ന് മലത്തിലും മൂത്രത്തിലും കൂടെ കടന്ന് എപ്പോഴും സ്നേഹം മാത്രം തന്ന് നമ്മൾ എന്തൊക്കെ ഉപദ്രവിച്ചു അമ്മയെ, എന്നാലും സ്നേഹിക്കുക മാത്രം ചെയ്ത് അങ്ങനെ പോറ്റി വളർത്തി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവൻ കുറച്ച് വെളുത്തൊരാളാ. പിന്നെ മുഖമൊക്കെ ചുമക്കാൻ തുടങ്ങി. ഫലിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ അമ്മേൻ്റെ സ്നേഹത്തെക്കുറിച്ച് കൂടുതൽ വിശദമായി വിസ്തരിച്ചു. അവസാനം ഇവൻ കരഞ്ഞു. ധർമ്മം ഒരു കാര്യം ചെയ്തോ, അതുകൊണ്ട് വീട്ടിൽ പോയിക്കോളൂ, സന്യാസമൊന്നും വേണ്ട, വീട്ടിൽ പോയി അമ്മയ്ക്ക് സേവയൊക്കെ ചെയ്ത് സമയമാകുമ്പോൾ കല്യാണമൊക്കെ കഴിച്ച് അങ്ങനെ കൂടിക്കോളൂ. പോയി. പിന്നെ അങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ കണ്ടിട്ടുണ്ട് അയാളെ, ഇവിടെ വന്നിട്ടില്ല. പിന്നെ കണ്ടിട്ടുണ്ട്, ഒരു സ്ഥലത്ത് വന്ന് നമസ്കരിച്ചിട്ടുണ്ട്. അയാളും പത്നിയും കുട്ടിയൊക്കെ ആയിട്ട് നമസ്കരിച്ചിട്ടുണ്ട്. കുടിക്കില്ല. അയാളെ കൊടുക്കാനോ? എങ്ങനെയാ കുടിക്കേ? ഞാനയാൾ എന്ത് ചെയ്തു? ഞാനയാളൊന്നും ചെയ്തിട്ടില്ല. അമ്മ എന്ന് പറഞ്ഞാൽ വല്ല സംഭവമല്ലേ അമ്മ. എന്താണ് അമ്മ എന്ന് പറഞ്ഞാൽ? ആരാണ്? അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും കയറി ഉള്ളതല്ല ആത്മജ്ഞാനം. അപ്പൊ അയാൾക്ക് ആത്മജ്ഞാന അർഹത ഉണ്ടോ ഇല്ലയോ എന്ന് പരീക്ഷിച്ചിട്ട് വേണം എന്ന് വിചാരിച്ചിട്ട്. അതാണ് കിം അയം ഏകാന്തതഃ നിശ്രേയസ സാധനാത്മജ്ഞാനാർഹ. ഇവൻ തീർത്തും ആത്മജ്ഞാനത്തിന് അർഹനാണോ? നവ, അല്ലേ? ഏതത് പരീക്ഷണാർത്ഥം, ഇതൊന്ന് പരീക്ഷിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പറയാണ്. ദേവൈരത്രാപി വിജിഗിത്സിതം പുരാ നഹി സുജ്ഞേയമണുരേഷ ധർമ്മഃ അന്യം വരം നചികേതോ വൃണീഷ്വ മാമോപരോത്സീരതി മാസൃജൈനം. ദേവൈരത്രാപി വിജിഗിത്സിതം പുരാ നഹി സുജ്ഞേയമണുരേഷ ധർമ്മഃ അന്യം വരം നചികേതോ വൃണീഷ്വ മാമോപരോത്സീരതി മാസൃജൈനം. ഒന്ന് മുറിച്ച് പറയാം, എല്ലാവർക്കും അത് ചൊല്ലാൻ പറ്റിയിട്ടില്ല. ദേവൈഹി അത്ര അപി വിചികിത്സിതം പുരാ ന ഹി സുജ്ഞേയം അണുഹു ഏഷഃ ധർമ്മഃ അന്യം വരം നചികേതഃ വൃണീഷ്വ മാ മാ ഉപരോത്സീഹി. ഉപരോത്സീഹി വിസർഗമാണ്. അതി മാ സൃജ ഏനം. ഹേ നചികേതഃ, അല്ലയോ നചികേതസേ, നീ ഒരു ബുദ്ധിയുള്ള ആളല്ലേ,
നീ ഒരു ബുദ്ധിമാനാണ്, മിടുക്കനാണ് നീ. അതുകൊണ്ട് നിന്നോട് ഞാൻ പറയാം, ദേവൈഹി അപി അത്ര വിജിഗിത്സിതം പുരാ, ദേവന്മാരാൽ പോലും സംശയിക്കപ്പെട്ടതാണിത്. ദേവന്മാർക്ക് പോലും അറിയില്ലത്. ഇത്രയും കേവന്മാരായ ദേവന്മാർക്ക് പോലും അറിയാത്ത വിഷയമാണിത് നീ ചോദിച്ചത്. ദേവൈഹി അപി അത്ര വിജിഗിത്സിതം, അത്ര അസ്മിൻ വിഷയെ, ഈ വിഷയത്തിൽ ദേവന്മാരാൽ പോലും വിജിഗിത്സിതം, സംശയിതം. എപ്പോ? ഇപ്പല്ല, പുരാപി, പണ്ട് പണ്ടേ സംശയമുണ്ട് ദേവന്മാർക്ക്. അവർക്കറിയാത്ത വിഷയം അത്. നഹി സുജ്ഞേയം, ഇത് എളുപ്പം മനസ്സിലാക്കാൻ പറ്റില്ല. നഹി സുജ്ഞേയം, ഇത് എളുപ്പം മനസ്സിലാക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അണുരേഷധർമ്മ, ഈ ധർമ്മം അത്ര സൂക്ഷ്മമാണ്, അത്ര സൂക്ഷ്മമാണിത്, ഈ വിഷയം. അതുകൊണ്ട് എന്താ ബുദ്ധി? അന്യം വരം വൃണീഷ്വ, വേറെ വരം വരിച്ചോളൂ, വേറെ വരം വരിച്ചോളൂ, വേറെ ചോദിച്ചോളൂ. ഈ ചോദ്യം ഒന്ന് മാറ്റി പിടിക്കുക നമുക്ക്. അന്യം വരം വൃണീഷ്വ, വേറൊരു വരം വരിച്ചോളൂ. മാ മാ ഉപരോത്സീഹി, മാ എന്നെ, മാ അരുത്, ഉപരോത്സീഹി ഉപരോധം ചെയ്യരുത്, ദയവ് ചെയ്ത് എന്നെ ഉപരോധിക്കരുത്. ഇപ്പൊ ഞാൻ തരാന്ന് പറഞ്ഞു, 3 വരം തരാന്ന് പറഞ്ഞു. അപ്പൊ എനിക്കിത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഉപരോധിക്കരുത്, ദയവ് ചെയ്ത് എന്നെ ഉപരോധിക്കരുത്. ഉപരോത്സിഹി എന്ന് പറഞ്ഞാൽ നീ ഉപരോധിക്കുന്നു, മാ എന്ന് പറഞ്ഞാൽ നീ എന്നെ ഉപരോധിക്കരുത്. 2 മാ ഉണ്ട് അവിടെ. അതിൽ ഒരു മാ നിഷേധാർത്ഥത്തിലാണ്, ഒരു മാ എന്നെ എന്നുള്ള അർത്ഥത്തിലാണ്. എന്നെ നീ ഉപരോധിക്കരുത്, മാ അരുതേ, ദയവ് ചെയ്ത് എന്നെ ഒന്ന് വെറുതെ വിട, എനിക്ക് വേറെ പണിയുണ്ട്. ഉപദ്രവിക്കരുത്, ഉപരോധിക്കരുത്. ഉപരോധിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ കടം വാങ്ങിയ ആള് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ വാങ്ങിയ ആളെ ഉപരോധിക്കും, കൊടുത്ത ആള്. അതാണ് ഉപരോധം. അങ്ങനെ ഞാനിപ്പോൾ ഒരു കടം തന്നിരിക്കുക, അത് 3 വരം ചോദിക്കുക എന്നുള്ളത്. നീ 2 ചോദിക്കാൻ തന്നു, ഇനി 3-മത്തത് നീ തരണം എന്നും പറഞ്ഞിട്ട് ഉപരോധിക്കരുത്, ദയവ് ചെയ്തിട്ട്. പിന്നെ എന്ത് ചെയ്യണം? അതിസൃജ ഏനം, ഇതിനെ ഒന്ന് മാറ്റി പിടിക്കും. ഏനം, ഈ ചോദ്യത്തെ അതിസൃജ, ഉപേക്ഷിക്കൂ. ഈ ചോദ്യം മാറ്റി വേറൊരു ചോദ്യം ചോദിച്ചോളൂ. അല്പം കഴിഞ്ഞിട്ട് തുടരാം. ഓം സഹനാ ഭവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി.